തരി കാച്ചിയത് അഥവാ തരിക്കഞ്ഞി എന്നറിയപ്പെടുന്ന ഒരു വിഭവമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതെങ്ങനെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോ കാണാം. വെൽക്കം ടു ടെസ്റ്റഡ് ആൻഡ് ടേസ്റ്റ്. ഒരു കടായി ചൂടായതിനു ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ ഞാൻ വറുത്തെടുക്കുകയാണ്. റോസ്റ്റഡ് റവയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ പോലും അത് അല്പനേരം ഇട്ട് വറുത്തെടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇത് വറുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ കടായിലേക്ക് ഞാൻ 2 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പാൽ ഒഴിച്ചു കൊടുത്ത് അതേ ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് മധുരമാണ്. 4-5 ടീസ്പൂൺ മധുരം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കൂടുതൽ ആവശ്യമാണെങ്കിൽ മാത്രം 1-2 ടീസ്പൂൺ ചേർക്കാം. ഈ അളവിന് ഇത് കറക്റ്റ് പാകമാണ്. 5 ടീസ്പൂൺ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് തിളപ്പിച്ചെടുക്കണം. പാല് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവ ചേർക്കാം. ഒരു നുള്ളു ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കണം. ചേർത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് കുറുക്കിയെടുക്കേണ്ടതാണ്. കുറുക്കിയെടുക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കുഴമ്പ് പരുവത്തിൽ കുറുക്കിയെടുക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് അയഞ്ഞ പരുവത്തിൽ തന്നെ കുറുക്കിയെടുത്ത് ഇത് വാങ്ങി വെക്കാം. ഇത് കറക്റ്റ് പരുവത്തിനായിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് തുടരെ ഇളക്കി വേണം നമ്മളിത് കുറുക്കിയെടുക്കാനേ. ഇത് കറക്റ്റ് പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വാങ്ങി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് താളിച്ച് ചേർക്കണം. ഒരു അയൺ പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചുവന്നുള്ളി കൊത്തി അരിഞ്ഞത് അല്ലെങ്കിൽ വളരെ കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ചുവന്നുള്ളി ചേർത്ത് നന്നായിട്ട് വറുത്തെടുക്കണം. നല്ലൊരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് കശുവണ്ടിപ്പരിപ്പ് ചേർക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മുടെ തരിക്കഞ്ഞിയിലേക്ക് ഒഴിക്കാം. ഒരു സ്പൂൺ യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സിമ്പിളായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഈ തരിക്കഞ്ഞി. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്താം. അതുവരെ ബൈ.